ഇന്നത്തെ പ്രൊമോയിൽ ഋഷിക്ക് ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തതിനെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ അൻസിബ പറയുന്നത് ജാസ്മിൻ അങ്ങനെ ഋഷിക്ക് വിട്ടുകൊടുത്തത് വോട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ചില സമയത്ത് നല്ല കാര്യമാണ്, അത് വോട്ടായിട്ട് കിട്ടും എന്നാണ് ജാസ്മിൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ജാസ്മിൻ അത് വിട്ടുകൊടുത്തതെന്നുള്ളത്. സത്യത്തിൽ അന്ന് അവിടെ എന്താ സംഭവിച്ചത്? ഋഷിയും അഭിഷേകും ഒരു കാരണവശാലും അർജുനും കൊടുക്കത്തില്ല, ജാസ്മിനും കൊടുക്കത്തില്ല. തിരിച്ച് അർജുനാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അർജുൻ തന്നെ, അല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ. ഇത് ഡിബേറ്റിനുള്ള സമയവും വളരെ കുറവായിരുന്നു. അവസാനം 3 മിനിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ജാസ്മിൻ ഇവരോട് 3 പേരോടും ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ, നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത് ശരി എന്നാൽ ഞാൻ ആദ്യം സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. അങ്ങനെ ജാസ്മിൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തപ്പോൾ അർജുൻ പറയുന്നു ജാസ്മിൻ ഇതിനകത്തുനിന്ന് പുറത്തായെങ്കിൽ പിന്നെ എനിക്ക് ഋഷിക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അഭിഷേകിന് ഓൾറെഡി ഋഷിക്ക് കൊടുക്കാൻ താല്പര്യമായതുകൊണ്ട് അങ്ങനെ അഭിഷേകും ഋഷിയുടെ പേര് പറയുന്നു. അങ്ങനെയാണ് അത് ഋഷിക്ക് കിട്ടിയത്. ഈ ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓടി വന്നിട്ട് ഋഷിയും അഭിഷേകും കൂടെ അൻസിബേൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുമ്പോഴും അൻസിബ ജാസ്മിനെതിരെ ഈ ഇത് വിട്ടുകൊടുത്തതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ആദ്യം വിട്ടുകൊടുത്തത് ജാസ്മിൻ്റെ ഗെയിമാണോ എന്ന് ചോദിച്ചാൽ ഗെയിമാണ്. പക്ഷെ ഇത് അൻസിബ ജാസ്മിനെ വോട്ടിന് വേണ്ടിയിട്ടാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അൻസിബയും അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ലേ? ഇപ്പം കഴിഞ്ഞ നോമിനേഷൻ്റെ സമയത്ത് നോറേനെ നോമിനേഷനിലേക്ക് കൊണ്ടുവരാതെ സ്വയം നോമിനേറ്റഡ് ആയത് ഇതേപോലെ പുറത്തേക്ക് പോകുമ്പോൾ എനിക്കത് ഭയങ്കര വോട്ടായിട്ട് മാറുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നോ? അതോ അൻസിബ വിട്ടുകൊടുക്കുമ്പോൾ നല്ലതും ജാസ്മിൻ വിട്ടുകൊടുക്കുമ്പോഴത്തേക്കിനും മോശവും അങ്ങനെയാണോ? വോട്ടിന് വേണ്ടിയിട്ടും ഒക്കെ ആവുമോ? എനിക്കറിയില്ല. അൻസിബ അവിടെ എല്ലാവരെയും വിലയിരുത്തുന്നുണ്ട്, എല്ലാവരെയും പറ്റിയിട്ടും അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ അൻസിബ എന്തുകൊണ്ടാണ് സ്വയം അനലൈസ് ചെയ്യാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്ന് നോറേനെ അങ്ങനെ സേവ് ചെയ്തതും പോരാ, കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായ സമയത്ത് നോറേൻ്റെ അടുത്ത് അൻസിബ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ ഔദാര്യം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. അത് വലിയൊരു ക്വാളിറ്റീൻ്റെ ലക്ഷണമായിട്ടും എനിക്ക് തോന്നുന്നില്ല.